ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂടർ സീരിയലിന്റെ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സേതുവിനെയും പല്ലവിനെയും ഞെട്ടിച്ചു കൊണ്ടിട്ടാണ് ആ ഒരു വാർത്ത വരുന്നത്. നമ്മുടെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി പൂർണിമേനെ അവിടുന്ന് പടിയിറക്കി വിട്ടു എന്നുള്ളൊരു വാർത്തയാണ് പല്ലവി കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ പല്ലവി സേതുവേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. എന്ത് പറ്റിയിടോ, അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയാം വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുകയാണ്. അതിനുശേഷം ആ സമയത്താണെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മൂർത്തിയുടെ ചോദിക്കണ്ടേ, എന്താ മൂർത്തി, തനിക്ക് പേടിയുണ്ടോ ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. മൂർത്തി പറയുന്നുണ്ട്, അത് ടെൻഷൻ ഇല്ലാതിരിക്കും മാഡം. കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തെ മൊത്തമല്ലേ നമ്മൾക്ക് നേരെ തിരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുണ്ടല്ലോ ആ പൂർണിമ, ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോനെ വെച്ചിട്ടാണ് വിലപേശാൻ നിൽക്കുന്നത്. അവൾക്കും അവളുടെ 3 പെമ്മക്കൾക്കും വെറും ഒരു അടിച്ചു തലക്കാരനായിട്ടും അടുക്കളക്കാരനായിട്ടും വെറും ഒരു മുമ്പിൽ ഒരു ആണ് നിൽക്കണം. അതിനു വേണ്ടി മാത്രമാണ് എന്റെ മോനെ അവിടെ പിടിച്ച് മുമ്പിലേക്ക് നിർത്തിയേക്കണത്, വേറെ ഒന്നിനുമല്ല എന്നൊക്കെ പറയാണ്. എന്റെ മോനെ അങ്ങനെ കൊടുക്കാനായിട്ട് എനിക്ക് സൗകര്യമില്ല, ആ പൂർണിമക്ക് നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് ലക്ഷ്മി. ആ സമയത്താണ് നമ്മുടെ മാധവന്റെ ഫോട്ടോ ചുമരെ തൂക്കിയത് കാണുന്നത് കേട്ടോ. മൂർത്തി ആ ഫോട്ടോ ഇങ്ങനെ എടുത്തു. മേഡം എന്തിനാ അത്, ആ ഫോട്ടോ കൂടെ എടുക്കാനാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും മൂർത്തി ആ മാധവന്റെ ഫോട്ടോ, ആ വലിയൊരു ഫ്രെയിം ഉണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ലക്ഷ്മി അത് നോക്കുന്നുണ്ട്. വൃത്തികെട്ടവൻ, അവന്റെ ഒരു ഇരിപ്പ് നോക്ക്. ഞാൻ ഉണ്ടായിട്ടും പൂർണിമയുടെ പുറകെ പോയിരുന്നവൻ, എന്റെ മക്കളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പൂർണിമയുടെ 3 പെൺമക്കളെ മാത്രം സ്നേഹിച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയണം. അല്ല മേഡം എന്താ ചെയ്യാൻ പോണത്? അല്ല, ആ പൂർണിമയും അവരുടെ 3 പെൺമക്കളും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരൊക്കെ പോയോ? ഇല്ല മേഡം, അവര് പുറത്തുണ്ട്, സേതുവിനെ കാത്തു എന്നുള്ള ഇരിപ്പാണെന്ന് തോന്നുന്നത്. അവരോട് നിൽക്കട്ടെ, അവർക്ക് അതെ ഈ സമ്മാനം കൂടി ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ആ ഫോട്ടോ ആയിട്ട് നേരെ മുറ്റത്തേക്ക് പോവാട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എല്ലാവരും നിൽക്കാണ്. പൂർണിമ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അച്ചു നിൽക്കുന്നുണ്ട്, ഋതു നിൽക്കുന്നുണ്ട്, ഇന്ദ്രൻ, ഹരി എല്ലാവരും ആണ് നിൽക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൂർണിമ അടുത്ത് പറയുന്നുണ്ട്, അതെ നിങ്ങളങ്ങനെ വെറും കൈയോടെ പോകണ്ട. ഈ സ്വത്തും ഈ വീടും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സും വസ്ത്രക്കടയും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാം. നിങ്ങളുടെ മനസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അമൂല്യമാണെന്നോ നിധിയാണെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. ആ നിധിയും അമൂല്യം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഇന്നാ പോകുമ്പോൾ ഇയാളുടെ ഈ ഫോട്ടോയും കൂടി എടുത്തോണ്ട് പോയിക്കോ, ഈ കിളവന്റെ ഫോട്ടോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി വലിച്ചെറിയാട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് അവിടെ സേതുവും പല്ലവിയും കൂടി എത്തുന്നത്. അവര് നോക്കുമ്പോഴേക്കും ലക്ഷ്മി ആ ഫോട്ടോ എടുത്ത് വലിച്ചെറിയാട്ടോ. അത് കാണുമ്പോൾ സേതുവിന് ദേഷ്യം വരണം. സേതു ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ തന്റെ അച്ഛന്റെ ഫോട്ടോ നിലത്തെ എറിഞ്ഞു കിടക്കാണ്. അത് കാണുമ്പോൾ തന്നെ സേതു ദേഷ്യത്തിൽ ലക്ഷ്മിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ. ലക്ഷ്മി പറയുന്നുണ്ട്, എന്തിനാടാ നീ എന്നെ സൂക്ഷിച്ചു നോക്കണത്? അമ്മ എന്തിനാണ് അച്ഛന്റെ ഫോട്ടോ എറിഞ്ഞത്? അച്ഛന്റെ ഫോട്ടോ അല്ലേ അറിഞ്ഞുള്ളൂ, നിന്റെ അച്ഛനെ ഞാൻ പിടിച്ച് എറിഞ്ഞില്ലല്ലോ. ശരിക്കും പറഞ്ഞാ അയാളെ എറിയണോന്ന്, മരിച്ചു പോയില്ലേ, ഇനി എന്തിനാ ഞാൻ എറിയണത്? എന്തായാലും അയാളുടെ 2ാം ഭാര്യയായിട്ടുള്ള ഈ വെപ്പാട്ടിക്കുണ്ടായ ഈ 3 മക്കൾക്കും ഇവർ ഈ ഫോട്ടോ കൊണ്ട് സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിച്ചോട്ടെ, അല്ലാതെ ഈ മണ്ണ്, ഒരു തരി മണ്ണ് പോലും ഞാൻ ഇവർക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ സേതു പറഞ്ഞ, അമ്മക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? ഞാൻ അമ്മേനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് അവിടെ ഇരിക്കുന്ന സമയത്താണ് അമ്മ പൊന്നുമടത്തിൽ എത്തിയെന്നുള്ള കോള് വന്നത്. ഇവളായിരിക്കും നിന്നെ വിളിച്ചു പറഞ്ഞല്ലേ ഈ പൂർണിമ വിളിച്ചു പറഞ്ഞില്ല. പിന്നെ നീ എങ്ങനെയാടാ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയത്? അത് പല്ലവീനാണ് വിളിച്ചത്. ഓ, ആരെയാലും വിളിച്ചല്ലോ, അവളങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയാം, നീ ഇവിടെ വരുമെന്ന് അറിയാം. എടാ, ഇവള് നിന്നെ ഉപയോഗിക്കാടാ, ഇവള് നിന്നെ വെറും ഒരു ആലാട്ടിയായിട്ടും അതുപോലെ തന്നെ വെറും ഒരു നോക്കുകുത്തിയായിട്ട് നിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട മോനെ, നിനക്കത് മനസ്സിലാവുന്നില്ലേ? അമ്മേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പൂർണിമ അമ്മേനെ ഒന്നും പറയരുതെന്ന്. ഓ, അവന്റെ ഒരു പൂർണിമ അമ്മ, എപ്പോഴാടാ ഇവള് നിനക്ക് അമ്മയായത് എന്ന് ചോദിക്കണം. ഇവരെ എനിക്ക് അമ്മയാവണമെന്ന് വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം എന്റെ പുറകെ നടന്നാണ്. അപ്പോഴൊന്നും ഞാൻ പൂർണിമാമ്മയുടെ സ്നേഹവും പൂർണിമാമ്മയുടെ ആ ഒരു മാതൃത്വം ഒന്നും ഞാൻ കാണാതെ കഴിഞ്ഞു. പിന്നീടാണ് എനിക്ക് ഇവരെ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഈ 3 മക്കളെ എങ്ങനെയാണ് ഈ അമ്മ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പറഞ്ഞല്ലോ, ഇതേ ഈ 3 പെൺമക്കള് എന്റെ അച്ഛന്റെ മക്കൾ തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവരെ സ്വന്തം മക്കളായിട്ട് കാണാൻ പറ്റുമോ? ഞാനെന്തിനാടാ ഇവറ്റകളെ എന്റെ മക്കളായിട്ട് കാണുന്നത്? എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ മക്കളുണ്ട്. പിന്നെ എന്തിനാടാ ഈ വൃത്തികെട്ടവരെ ഞാൻ എന്റെ മക്കളായിട്ട് കാണുന്നത്? അതും ഈ ഋതു എന്ന് പറഞ്ഞവൾക്കൊക്കെ എന്ത് അഹങ്കാരമാണ്! എന്തുണ്ടായിട്ടാണ് നീയൊക്കെ അഹങ്കരിക്കണത്? ഒരു വെപ്പാട്ടിയുടെ മക്കളാണ് നിങ്ങൾ, എന്നിട്ട് അഹങ്കരിക്കണത്. അമ്മ ഇപ്പൊ എന്ത് പേരാ പറഞ്ഞത്?
എന്താടാ ഞാൻ പറഞ്ഞാല് എന്തൊരു തെറ്റുണ്ടോ? അതിനേക്കാളത്ത് അപ്പറ പേരാണ് ഇവളെ വിളിക്കേണ്ടത്. ഞാൻ എൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് അങ്ങനെ വിളിക്കണമെന്നേ ഉള്ളൂ. അമ്മക്ക് നാണുലമേ ഇങ്ങനത്തെ അമ്മയുടെ പേര് ലക്ഷ്മി. അമ്മയുടെ മുഖം കണ്ട മഹാലക്ഷ്മിനെ പോലെയുണ്ട്. പക്ഷെ വായിന്ന് വന്ന വാക്കുകള് സഹിക്കാൻ പറ്റില്ലമ്മേ. നോക്കിക്കോ, അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ട ഇവരെ അമ്മ തന്നെ ഇവിടേക്ക് കയറ്റണം. എന്ത്? ഞാൻ ഇവരെ കയറ്റണോന്നാ? പിന്നെ ലക്ഷ്മി ചാവണം. അമ്മേ, അമ്മ കയറ്റിയില്ലെങ്കിൽ ഞാൻ ഇവരെ ഇവിടെ കയറ്റും. ഞാൻ പറഞ്ഞു പൂർണിമ വേണമെങ്കിൽ ഇവിടെ നിന്നോളാം, പക്ഷെ അവരുടെ മക്കളെ നിർത്താൻ പറ്റില്ല. പക്ഷെ പൂർണിമ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൾക്കൊരു വേലക്കാരത്തിന്റെ സ്ഥാനം പോലും ഞാൻ കൊടുക്കില്ല. ഒരു വെപ്പാട്ടിയുടെ സ്ഥാനം, നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ സ്ഥാനം മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. മതി അമ്മേ, ഇനി ആ പേര് പറഞ്ഞ ഞാൻ ഇത്ര നേരം അമ്മയെന്ന് വിളിച്ചിട്ട് താഴ്ന്നാണ് സംസാരിച്ചത്. ഇനി എന്നെ കൊണ്ട് അപ്പുറം സംസാരിപ്പിക്കരുത്. നീ എന്നെ എന്ത് ചെയ്യോടാ? ഞാനേ സൗകര്യമില്ല എനിക്ക് ഇവരെ വിളിക്കാനായിട്ട്. നീ എന്താ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അകത്തേക്ക് പോവാണ്. തൊട്ടു പിന്നാലെ മൂർത്തിയും പോകുന്നുണ്ട്. സേതു പറയണ്ട, അമ്മേ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സേതു അകത്തേക്ക് പോവാണ്. പല്ലവി നീ അമ്മയുടെ അടുത്ത് നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പല്ലവിനെ അവിടെ നിർത്തുന്നുണ്ട്. സേതു അകത്ത് പോയിട്ട് അപ്പോഴേക്കും പല്ലവി പോകുന്നുണ്ട്. ഇനി പ്രശ്നമുണ്ടെന്ന് പല്ലവിയും പുറകെ പോവാട്ടോ. സേതു കേട്ടാ വേണ്ട, ഇല്ല പല്ലവി, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവര് പോട്ടെ ആകുമ്പോ തലേ കയറുകയാണ്. കണ്ടില്ലേ നീ എന്തൊക്കെ വൃത്തികേടാണ് പൂർണിമാമനെ കുറിച്ച് പറഞ്ഞത്? അതൊന്നും എനിക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. ഇവരെ പോലെ തന്നെയാണ് എനിക്ക് പൂർണിമാമ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സേതു അമ്മയുടെ അടുത്തേക്ക് വരണം. അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് മര്യാദക്ക് പറയാം. മര്യാദക്ക് എന്റെ ആ പുറത്ത് നിൽക്കുന്ന അമ്മേനെയും അനിയത്തിമാരെയും ഭർത്താവിനെ അമ്മ വിളിച്ച് അകത്ത് കയറ്റണം. അമ്മ തന്നെ വിളിക്കണം എന്ന് പറയാണ്. എങ്കിൽ മാത്രമേ അവർ കയറി വരുള്ളൂ. അമ്മേനെ പോലല്ല, മാനും അഭിമാനം ഉള്ളതാണ് എന്റെ പൂർണിമ അമ്മക്ക്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കയറി വരത്തില്ല. അല്ല, അമ്മയുടെ തറവാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്തിനാ അമ്മ ഇങ്ങോട്ട് കയറി വന്നത്? എടാ, ഇതാണ് എന്റെ തറവാട്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ തറവാട് ഭാര്യയുടെ അല്ലേ? അത് നിനക്ക് അറിയില്ലേ? പല്ലവി, നീ ഇതൊന്നും ഇവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? അമ്മേ പ്ലീസ് അമ്മേ, അമ്മ ഇങ്ങനെ പെരുമാറല്ലേ. ദേ, ഞാൻ നിനക്ക് മര്യാദ ഭാഷയെ പറയാം. ഞാൻ അവരെ വിളിക്കില്ലെന്ന് വെച്ചാൽ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പോകാൻ പോകുമ്പോഴേക്കും സേതു ലക്ഷ്മിയുടെ കൈ കയറി പിടിക്കാട്ടോ. സേതു കൈ വിട് എന്ന് പറയുമ്പോൾ മര്യാദക്ക് അവരെ വിളിക്കാനാണ് പറഞ്ഞത് എന്ന് സേതു പറയുമ്പോൾ എടാ നീ എന്റെ കൈ വിടറാ എന്ന് ലക്ഷ്മി പറയണം. സേതു രണ്ട് കൈയും പിടിച്ച് തിരിക്കുവാട്ടോ. മര്യാദക്ക് അവരെ വിളിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും എടാ എന്റെ കൈ വേദനിക്കണം, വിടടാ. മര്യാദ ഇപ്പൊ നിങ്ങളുടെ കയ്യേ വേദനിച്ചുള്ളൂ, ഇനി നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ്. മര്യാദക്ക് നിങ്ങൾ അവരെ വിളിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എവിടെ ഏത് കോടതി പോകണം, എന്ത് ചെയ്യണമെന്ന്. എനിക്ക് നാവുണ്ട്, ഞാൻ മൊഴി പറയും. ഇത്ര നാള് നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ അച്ഛൻ മരിച്ച വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്നിട്ട് പോലും നിങ്ങൾ വന്നോ? കോടതിയിൽ നിങ്ങളാണ് നാണം കെടാൻ പോണത്, അത് നിങ്ങൾ ഓർത്തോ. ഭർത്താവ് ജീവിച്ചിരിപ്പോണ്ട് ഇട്ടേച്ച് പോയതല്ലേ കുഞ്ഞിനെയും ഭർത്താവിനെയും കൂട്ട്. അപ്പൊ നിങ്ങൾ തന്നെയാണ് നാണം കെടാൻ പോണത്. കോടതിയിൽ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് പറയും എന്ന് പറയുമ്പോൾ ലക്ഷ്മി നെട്ടുവാട്ടോ. ഓഹോ, അപ്പൊ നീ പെറ്റമ്മക്ക് എതിരായിട്ട് പറയാൻ വേണ്ടിട്ട് ഉണ്ടായതാണാടാ? അതെ, ഞാൻ ന്യായത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പൊ ന്യായം അമ്മയുടെ ഭാഗത്തല്ല, ആ പുറത്ത് നിൽക്കുന്നവരുടെ ഭാഗത്താണ്. അതുകൊണ്ട് അമ്മ തന്നെ അവരെ കേറ്റിക്കോ, മര്യാദയ്ക്ക് വിളിച്ചു വരുത്തിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ ഈ മോനെയും ജീവനോടെ കാണില്ല, അമ്മക്കെതിരെ ഞാൻ പരാതിയും കൊടുക്കും എന്ന് പറയാണ്. അവിടെ തകർന്നു പോട്ടെ ലക്ഷ്മി. ഓ, ഞാൻ ജനിപ്പിച്ച ഈ മോൻ തന്നെ എന്നെ ഇങ്ങനെ ചെയ്യാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ലക്ഷ്മിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. പക്ഷെ ലക്ഷ്മി വിളിക്കില്ലെന്ന് പറഞ്ഞ ഒറ്റ വാശിയിലാണ്. മൂർത്തി ഇങ്ങനെ പറയുന്നുട്ടോ, ലക്ഷ്മി അമ്മ വിട്ടേക്ക് വിളിച്ചേക്കുന്നൊക്കെ. പക്ഷെ ലക്ഷ്മി ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നാളെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ അറിയാം. നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.